സാമൂഹികക്ഷേമ പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന LDF മന്ത്രിസഭയുടെ പ്രഖ്യാപനം ഈ സമയത്ത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. എന്തായാലും പെൻഷൻ വർധന ഉറപ്പായിരുന്നു, പക്ഷെ അത് അടുത്ത ബഡ്ജറ്റിലായിരിക്കും എന്നാണ് ഭൂരിപക്ഷവും പ്രതീക്ഷിച്ചത്. കാരണം കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ കേന്ദ്രം വല്ലാതെ ഞെരുക്കുന്ന സാഹചര്യത്തിൽ പുറമേ നിന്നുള്ള വേറെ പ്രത്യേക വരുമാനമില്ല, തനത് വരുമാനം കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ വലിയ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ നിവർത്തിയില്ലാത്ത അവസ്ഥയിൽ ഇപ്പോഴൊന്നും ഒരു വർധന സാധാരണ നിലയിൽ സാധ്യമാകുമായിരുന്നില്ല. അവിടെ ധനമന്ത്രി KN ബാലഗോപാലിന്റെ ഒരു സാമ്പത്തിക വൈദഗ്ധ്യവും മാനേജ്മെന്റ് ശേഷിയും എടുത്തു പറയാതിരിക്കാനുമാവില്ല. കാരണം നിലവിലുള്ള അവസ്ഥയിൽ തനത് വരുമാനം ഏതാണ്ട് 1 ലക്ഷം കോടിയിലേക്ക് ഉയർത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ 1 ലക്ഷം കോടിയിലേക്ക് ഉയർത്തിയപ്പോൾ അതിൻ്റെ ആനുപാതികമായി അതിൽ നിന്ന് വലിയൊരു പങ്കും, പിന്നെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ പദ്ധതി വിഹിതത്തിൽ വെട്ടിക്കുറവ് വരുത്തേണ്ടി വരും. എന്തായാലും ഇപ്പൊ അപ്രതീക്ഷിതമായാണ് 2000 രൂപ പ്രതിമാസ വർധനവ് വന്നിരിക്കുന്നത്. 1600 രൂപ എന്നതാണ് ഈ സർക്കാരിന്റെ കാലത്ത് പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ വേറൊരു യാഥാർത്ഥ്യമുണ്ട്. കഴിഞ്ഞ UDF സർക്കാർ അധികാരം ഒഴിയുമ്പോൾ 600 രൂപയായിരുന്നു പെൻഷൻ. ആ 600 രൂപ തന്നെ 18 മാസം കുടിശ്ശികയായിരുന്നു. അത് ഇപ്പോൾ അതില് അത്രയൊന്നും കുടിശ്ശികയില്ലായിരുന്നു എന്നൊക്കെ ന്യായീകരണങ്ങൾ വരുന്നുണ്ട്. ഈ സാമൂഹിക സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്നത് പല പെൻഷനുകളാണ്. അതിൽ ചില പെൻഷൻ 18-ലേറെ കുടിശ്ശിക ഉണ്ടായിരുന്നു, ചിലത് 12 മാസത്തെ കുടിശ്ശികയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ രേഖകൾ ഇവിടെ ലഭ്യമാണ്. അപ്പോൾ എന്തായാലും വലിയ കുടിശ്ശിക ഉണ്ടായിരുന്ന ആ പെൻഷൻ മുഴുവൻ കൊടുത്തു തീർത്തത് LDF തുടർന്നു വന്ന 1ാം പിണറായി സർക്കാരാണ് എന്നത് യാഥാർത്ഥ്യമാണ്. ആ പെൻഷനാണ് 600 രൂപയായിരുന്നത് ഇപ്പോൾ 1600 രൂപയായി വർദ്ധിച്ചത്. ഈ 1600 രൂപയുടെ പെൻഷനിൽ UDF സർക്കാരുകളുടെ വിഹിതം എത്ര എന്ന് ചോദിച്ചാൽ 100 രൂപ മാത്രമേ ഉള്ളൂ എന്ന് ഖേദത്തോടു കൂടി നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അതൊക്കെ പഴയ കാര്യം, അതിൽ അങ്ങോട്ട് പോകുന്നില്ല. ഈ സർക്കാർ ഇപ്പൊ പ്രഖ്യാപിച്ച പെൻഷൻ കൊടുക്കാൻ സാധ്യതയില്ല എന്നൊരു പ്രചരണം വളരെ ശക്തമായി മുന്നോട്ട് വന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. അത് നമുക്ക് നവംബർ മാസം മുതൽ പെൻഷൻ വിതരണം ചെയ്യുമെന്നാണല്ലോ പ്രഖ്യാപനം. അതായത് ഈ മാസം മുതൽ പെൻഷൻ വിതരണം ചെയ്യുമെന്നാണ് പ്രഖ്യാപനം. സ്വാഭാവികമായിട്ടും അടുത്ത മാസം ആളുകളുടെ അക്കൗണ്ടിൽ പെൻഷൻ വന്നില്ലെങ്കിൽ അടുത്ത മാസം ആദ്യം നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് വലിയ തിരിച്ചടിയാവുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പെൻഷൻ നൽകാതിരിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. മാത്രമല്ല, അത് കഴിഞ്ഞ് അടുത്ത 2-3 മാസം കഴിയുമ്പോൾ കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പെൻഷൻ കുടിശ്ശിക എന്ന് പറയുന്നത് ആ കാലത്ത് അത് വലിയ തിരിച്ചടി വരുത്തി വയ്ക്കുമെന്ന് LDF സർക്കാരിനോട്, ഇല്ലെങ്കിൽ LDF എന്ന മുന്നണിയോട് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. UDFന് ഒരുപക്ഷെ 600 രൂപ പോലും കൊടുക്കാൻ കഴിയാത്തതാണ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ അധികാരത്തിൽ വരുന്നതിനും തുടർന്നൊരു തുടർഭരണം ഉണ്ടായതിനും കാരണമെന്ന് പോലും നമുക്ക് കുറെ പേരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതിനുള്ള സാമ്പത്തികം തീർച്ചയായിട്ടും സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. അത് തനത് വരുമാനത്തിലെ ഒരു വിഹിതവും പിന്നെ സ്വാഭാവികമായിട്ടും പദ്ധതി വിഹിതത്തിലെ കുറവും തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഇതിൽ മാത്രം പ്രഖ്യാപനം ഒതുങ്ങുമെന്ന് ഞാൻ കരുതുന്നില്ല. അടുത്ത ബഡ്ജറ്റിൽ ഈ സാമൂഹിക സുരക്ഷാ പെൻഷൻ 2500 രൂപയായി ഉയർത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം LDF സർക്കാർ എന്തൊക്കെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞാലും അവർക്കൊരു പ്രകടന പത്രിക, അവർക്കൊരു മാർഗദർശകമായി ഉണ്ട്. പല രാഷ്ട്രീയ നേതാക്കളും പ്രകടന പത്രിക അത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി മാത്രമല്ലേ എന്ന് പറയുമ്പോൾ, ഞങ്ങൾ പ്രകടന പത്രികയിൽ ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ചെയ്തു എന്ന് ഓരോ വർഷവും ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് സംസ്ഥാനത്തെ ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുന്ന ഒരു രീതി പിണറായി സർക്കാരുകൾ
രണ്ട് പിണറായി സർക്കാരും നടത്തിയിട്ടുണ്ട്, നടത്തി വരുന്നുമുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു കടമ്പ അല്ലെങ്കിൽ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഇത് സംബന്ധിച്ച സാമൂഹിക സുരക്ഷാ പെൻഷൻ 2500 രൂപയാക്കി ഉയർത്തുമെന്ന കഴിഞ്ഞ LDFന്റെ പ്രകടന പത്രിക തന്നെയാണ്. അത് അടുത്ത ബഡ്ജറ്റിൽ പ്രഖ്യാപനം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അടുത്ത ബഡ്ജറ്റിലാവുമ്പോൾ ഏപ്രിൽ മുതലായിരിക്കും അത് നടപ്പിലാക്കേണ്ടി വരിക. അതും ഒരുപക്ഷെ അതിനുള്ള വിഹിതം കൂടി കണ്ടുകൊണ്ടാവും രണ്ടാം പിണറായി സർക്കാരിന്റെ ഒടുവിലത്തെ കാലം കഴിയുന്നത് എന്ന് തന്നെയാണ് കരുതുന്നത്. അത് ഒരുപക്ഷെ മൂന്നാം LDF ഭരണ തുടർച്ച എന്ന ഒരു അവസരം കേരളീയർ സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഒരു വിഭാഗം CPM പ്രവർത്തകരും LDF പ്രവർത്തകരും എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല.